നോക്കിയാ ഇതിൻ്റെ ഭംഗി കാണണമെങ്കിൽ ഇത് നോക്കിയാൽ താഴോട്ട് നോക്കിയാൽ വീടുകളൊക്കെ കാണാം. എന്ത് ഭംഗിയാണെന്നറിയാവാ. പക്ഷെ നമുക്ക് ഇതൊക്കെ ഒന്ന് ആസ്വദിക്കണമെങ്കിൽ തന്നെ നമ്മൾ ഫാമിലിയായിട്ട് വന്നു കഴിഞ്ഞാൽ ഇതൊന്നും നടക്കുകയില്ല. പക്ഷേ ഒരു ഡ്രൈവറായാൽ ഈ ഭാഗ്യങ്ങളെല്ലാം ഉണ്ടാകും. കാര്യം വേറൊന്നും കൊണ്ടല്ല, നമുക്കിപ്പോൾ കാണാത്ത സ്ഥലങ്ങളും പിന്നെ കാണാത്ത സ്ഥലങ്ങളെല്ലാം പോവുകയും ആസ്വദിക്കുകയും എല്ലാം നമുക്ക് ചെയ്യാം. നോക്കിയേ, അവിടെ എല്ലാം കാണുന്ന എല്ലാ റിസോർട്ടുകളും എല്ലാമാണേ. നോക്കി, അതാണ് നമ്മുടെ റിസോർട്ട്. ഈ കാണുന്നത് പാലേറ്റ്. അവിടെ ഞാൻ ഇങ്ങനെ നടന്ന് ഇവിടെ വന്നെത്തി. ഇനി നിങ്ങളെയൊക്കെ കുറച്ച് കാണിച്ച് തരാമെന്നൊക്കെ പറഞ്ഞ് എന്താ ഒരു ഒറ്റപ്പെട്ട് വീട് നിൽക്കുന്നുണ്ട്. അതാണ് ഏറ്റവും നല്ലത്. അത് നല്ല ഒരു കളർഫുള്ളാക്കിയിരുന്നെങ്കിൽ സൂപ്പറായിരുന്നു. അതായത് അതിൻ്റെ ഫ്രണ്ടിൽ നല്ല വ്യൂ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അവിടെ വരെ പോകണമെങ്കിൽ ഗസ്റ്റ് എങ്ങാനും വിളിച്ച് കഴിഞ്ഞാലും പണി കിട്ടും. അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ടൊന്നും പോകുന്നില്ല. ഏകദേശം നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന പാകത്തിൽ ഞാൻ കാണിച്ചു തരാം. ആ വീട് കണ്ട, ഒറ്റപ്പെട്ടിരിക്കുന്നൊരു വീട് കണ്ട. അത് വാടകയ്ക്കൊന്നും കൊടുക്കുന്നതല്ല, ഒരു ഫാമിലി താമസിക്കുന്ന വീടാണെന്നാണ് പറഞ്ഞത്. നോക്കിയേ എന്താ ഭംഗി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ, ഇവിടെയൊക്കെ ഒരു 3 സെൻറ്റ് സ്ഥലം കിട്ടിയിരുന്ന ഒരു പെര വെച്ചിരുന്നെങ്കിൽ എന്താ രസം. ഞാൻ വന്ന വഴിയാ ഇത്. നോക്കിയോ, അങ്ങുമൊക്കെ ഒരു വീടുണ്ട് കേട്ടോ. നോക്കിയേ, നമ്മളൊക്കെ കാണാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ കാണാതിൻ്റെ മാക്സിമം നമ്മൾ കാണിക്കുന്നുണ്ട്. ഇതെല്ലാം തേയിലത്തോട്ടു. നമ്മൾ ഈ മൊബൈൽ കൈ പിടിച്ചിട്ടുള്ള പരിപാടിയാണ്. ഒരു മൊബൈൽ സ്റ്റിക്കൊക്കെ മേടിക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. നടന്നാലതൊക്കെ മേടിക്കും നമ്മൾ, അല്ലേ? ഈ ഓട്ടത്തിനൊക്കെ വന്ന് ഇങ്ങനെ നിന്ന് ഇതൊക്കെ എടുക്കാൻ പറ്റുന്നത് തന്നെ ഒരു വലിയ ഭാഗ്യമാണ്. ഞാനങ്ങനെ ചിന്തിക്കുന്നത്. അല്ലാതെ കണ്ടോണ്ട് നമുക്കിതൊന്നും എടുക്കാനുള്ള യോഗമൊന്നുമില്ല. ഈ പ്രകൃതിയൊന്നും ഭംഗി ആസ്വദിക്കാനുള്ള യോഗവും ഉണ്ടാകത്തില്ല. ഡ്രൈവിങ് അറിയാവുന്നത് കൊണ്ടൊക്കെ നമ്മളിങ്ങനെ രക്ഷപ്പെട്ടു പോകുന്നു. പക്ഷെ ഞാനിവിടെ മുയലിനെയൊക്കെ സാധാരണ കാണാറുണ്ടായിരുന്നു. ഞാൻ ഇങ്ങോട്ടങ്ങളൊക്കെ വന്ന് കഴിയുമ്പോൾ മുയലിനെ കാണാറുണ്ട്. പക്ഷെ നോക്കട്ടെ, ഇനിയിപ്പം നമ്മൾ ഈ ഒരു പരിപാടി കൊള്ളാം എന്നുള്ള ചിന്താഗതി ഉള്ളതുകൊണ്ട് ഇനിയിപ്പോൾ ആന ഉണ്ടാകാനും എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ ഞാൻ ആ സമയം വീഡിയോ എടുത്തിരിക്കും.